വയനാട് പനമരം മേച്ചേരിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്തി 7 ആനകളാണ് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ തമ്പടിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു പുതിയ വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? വേണു, അല്പസമയം മുമ്പാണ് കാട്ടാനകളെ തുരത്തിയത്. 7 വലിയ ആനകളും ഒരു കുട്ടിയാനയുമാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ തന്നെ ഇവിടെ ഈ മേഖലയിൽ തമ്പടിച്ചിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഈ വയലിനപ്പുറത്ത് പുഴയാണ്. ആ പുഴ കടത്തിയാണ് ഇപ്പോൾ ആനകളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇവിടെ നേരത്തെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്, ഒരു 3-4 വർഷം മുന്നേ വന്നിട്ടുണ്ട്. ഇതേപോലെ കൂട്ടമല്ല, അന്നേരം 2 ആന വന്നു. അന്ന് വന്ന് ഇതിലെ എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ കയറിപ്പോയി, തോട്ടത്തിൽ പോയി കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ വരുത്തി. ഇന്നലെ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായിരുന്നു? ഇന്നലെ വന്നേരം പട്ടി ഇങ്ങനെ കുറച്ചിരുന്നു നേരം വെളുക്കുന്നേരം. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ രാവിലെ ആയപ്പോഴാണ് ആന വന്നു എന്നുള്ള വിവരം അറിഞ്ഞത്. അപ്പോൾ നോക്കുമ്പോൾ തോട്ടത്തിൽ നോക്കുമ്പോൾ 7 ആന ഉണ്ട്, ഒരു കുട്ടിയും 6 വലുതും. 7 അല്ല, 8 ആനകളാണ് ഉണ്ടായിരുന്നത്. ആദ്യം 4 ആനകളെ അവിടേക്ക്, അതായത് 2 ഗ്രൂപ്പുകളായാണ് ഇതിനെ ഓടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആസി ടീച്ചർ, ഇത് ഇവിടെ നേരത്തെ ഇത്തരത്തിൽ കാട്ടാനകളുടെ ഒരു തുടർച്ചയായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലമാണോ? അല്ലോ, 1-2 ഒറ്റപ്പെട്ട ആനകൾ വരാറുണ്ട്. അത് പിന്നെ പ്രശ്ന സങ്കീർണമായിട്ട് ഈ പ്രാവശ്യമാണ് 7 ആനയും ഒരു കുട്ടിയും അടക്കമുള്ള ആനക്കൂട്ടം ഇറങ്ങി ആളുകളെ ആശങ്കയിലും ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റിയത്. ഇതൊരു വനമേഖല എന്ന് പറയാൻ പറ്റില്ല, ജനവാസ കേന്ദ്രം കൂടിയാണുള്ളത്. വനമേഖല കുറച്ച് ദൂരല്ലേ? അതെ, ഇത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ കേന്ദ്രം തന്നെയാണ്. ഇപ്പോൾ രാവിലെ ആളുകൾ മോർണിംഗ് വാക്കിനടക്കം കുട്ടികൾ സ്കൂളുകളിലേക്ക് അടക്കം പോകുന്ന ഒരു പൊതുസ്ഥലമാണ്. ആ സ്ഥലത്ത് ഇതുപോലുള്ള ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം വന്നപ്പോഴെല്ലാവരും ആശങ്കയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഫോറസ്റ്റ് അധികൃതർ, റേഞ്ചർ അടക്കമുള്ള ആളുകളുടെ സംയമനപരമായ ഇടപെടലും ജനങ്ങളുടെയും വളരെ സംയമനമായ ഇടപെടലിലൂടെ തന്നെ പടക്കം പൊട്ടിച്ച പാട് തന്നെ ആന വയലിലൂടെ ഇറങ്ങി ഫോറസ്റ്റിലേക്ക് കയറുകയുണ്ടായത്. അതെ, പുഞ്ചവേൽ ദാസനക്കര നീർവാരം മേഖലയിൽ നിന്നാണ് ആന വരുന്നത്. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ ആസി ടീച്ചർ പറഞ്ഞ ആ പ്രദേശങ്ങൾ, നീർവാരം, അതോടൊപ്പം പുഞ്ചവയൽ, ദാസനക്കര എന്ന് പറയുന്നത് വനമേഖലയാണ്. അതായത് ഇവിടെ നിന്ന് ഏതാണ്ട് കുറച്ച് ദൂരമുണ്ട്. അവിടെ നിന്നുമാണ് ഇത്തരത്തിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിൻ്റെ മറുഭാഗത്തായി തോട്ടമുണ്ട്. ആ തോട്ടത്തിലാണ് കാട്ടാനകൾ തമ്പടിച്ചിരുന്നത് ഇന്നലെ. അതിനുശേഷം ഇത് പല ഘട്ടങ്ങളിലായ ആളുകൾ കാണുകയുണ്ടായി. ചെറിയ രീതിയിലുള്ള കൃഷിനാശവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം വനംവകുപ്പിൻ്റെ RRT സംഘം എത്തി. മുത്തങ്ങയിൽ നിന്നുള്ള RRT ഗ്രൂപ്പ് ഇവിടേക്ക് എത്തുകയും കൃത്യമായ രീതിയിൽ ആളുകളുടെ ഒരു സംയമനവും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടതുണ്ട്. അവരുടെ എല്ലാം തന്നെ സഹകരണത്തോടു കൂടി ആനകളെ 2 ഗ്രൂപ്പായി തുരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വേണു, വയനാട് പനമരം മേച്ചേരിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്തി 7 ആനകളാണ് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ തമ്പടിച്ചത്. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.